welcoming the beautiful, gorgeous bride Anjali along with her soulmate, the dashing groom Ajit. ഇരുവരും ഒന്ന് ചേർന്ന് ഈ ഒരു സമയത്ത് അഞ്ജലിയും അജിത്തും മാത്രമല്ല ഒന്ന് ചേർന്നത്, but we had the family also coming together, so it's my privilege, my honor to welcome the family of Ajit and Anjali. ഏറെ സ്നേഹപൂർവ്വം വിനയപൂർവ്വം നമുക്ക് അഞ്ജലിയുടെയും അജിത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
എന്തിനെ വേഗം ഇത്തിരി നേരം പറ്റിപ്പിരിച്ചു ഞാൻ നിന്നോട്ടെ നിന്നോട് മൃദുല പ്രതല മടിക മധുര മടി മനോഹരം മനസ്സിനെ വിളിച്ചെടുത്തേക്കും കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും ഉള്ളിലും കൂട്ടുപണിത ഞാൻ അതിവരുവോളം മോഹം കൊണ്ടു ഞാൻ ദൂരെ കൊണ്ടു ഞാൻ ദൂരേതോ പൂത്തനാൾ മധു തേടി പോയി കണ്ണിൽ കത്തും എന്താ പറയുന്നത് കെമിസ്ട്രി അല്ലേ, ആ കെമിസ്ട്രി ആ ഒരു കോൺഗ്രുവൻസ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നിങ്ങൾ പരസ്പരം കുറച്ചൊരു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബ്രൈഡ് എന്നാണ് ഉത്തരം തോന്നുന്നെങ്കിൽ, ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ ഒരു കൈ ഉയർത്തുക. ഗ്രൂം എന്നാണ് നിങ്ങൾക്ക് കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രൂം എന്നാണ് തോന്നുന്നെങ്കിൽ ഇരു കൈകളും ഉയർത്തണം. യു ഹാവ് ടു റേസ് ബോത്ത് യുവർ ഹാൻഡ്സ്.
സോ ഐ തിങ്ക് വിൽ ഹാവ് 10 to 20 questions. എങ്ങനെ ഈ ഗെയിം പോകുന്നു നോക്കാം. അവർ എത്രത്തോളം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് ത്രൂ ഫോൺ ഓർ ത്രൂ സോഷ്യൽ മീഡിയ, എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയാലോ? നിങ്ങൾ ഫോൺ വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരുപാട് ഫോൺ വിളിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ഒരു കുറച്ച് ദിവസങ്ങളിലായിട്ട്. അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ആരാണ് ഫോൺ വിളിക്കുന്ന സമയത്ത് മൾട്ടി ടാസ്ക് ചെയ്യാൻ സാധ്യത? ഫോൺ ചെയ്യുമ്പോൾ ടാറ്റ പറഞ്ഞതാണോ അതോ അല്ലല്ല തെറ്റിപ്പോയി. ബ്രൈഡ് ആണെങ്കിലാണ് ഒരു കൈ, ഗ്രൂം ആണെങ്കിൽ 2 കൈ ഉയർത്തണം. അതായത് പാർട്ട്ണറിനെ വിളിക്കുമ്പോൾ അതിൽ മാത്രം മുഴുകി നിൽക്കുവാണോ നിങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് പല്ലേക്ക് കുളിക്ക് ഒക്കെ ചെയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നത് ആരാണ് അതിന് സാധ്യത? ഗ്രൂം ആണോ ബ്രൈഡ് ആണോ? നിങ്ങൾക്ക് ഗ്രൂം ആണ്. നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞോ, ചേച്ചിയും പറഞ്ഞു കേട്ടോ ഗ്രൂം ആണെന്ന്. സോ ഗ്രൂം മൈറ്റ് ബി ദ മൾട്ടി ടാസ്കിംഗ് പേഴ്സൺ. കാരണം ഒരു ബിസിനസ് ഹെഡ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ ദാറ്റ് ഈ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലെ. ജീവിതത്തിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറ്റ് എ ടൈം അദ്ദേഹത്തിന്റെ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് ഷോസ് ഹിസ് കപ്പാസിറ്റി, ഇറ്റ് ഷോസ് ഹിസ് എബിലിറ്റി. ഓക്കെ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is most likely to answer phone in the middle of the night? എത്ര രാത്രി വിളിച്ചാലും എടുക്കും. ഓക്കെ, ബിഫോർ വെഡിങ് അല്ല, ഇനി തുടർന്നുള്ള നാളുകളിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ എത്ര രാത്രി ആണെങ്കിലും I'll be there to pick your call. പാർട്ട്ണർ, നിനക്ക് വേണ്ടി ഏത് നിമിഷവും എൻ്റെ ഫോണുകളുടെ എൻ്റെ ഫോണുകളുടെ വോള്യൂം 2 എപ്പോഴും ഓണായിരിക്കും. അതാരായിരിക്കാം? ബ്രൈഡ് കൈപൊക്കുന്നു. ആത്മാർത്ഥതയോടെ ആ കൈകൾ, മൈലാഞ്ചിയിട്ട കൈകൾ ഉയരുന്നു. ചേട്ടന് ഇപ്പോഴും വലിയ പിടുത്തമില്ല. പൊക്ക് ഞാൻ അതായത് അഞ്ജലി പറയുന്നത് എന്ത് കാരണവശാലും എന്തൊക്കെയാണെങ്കിലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അജിത്ത് എന്നൊരു ഫോൺ കോൾ എനിക്ക് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ബി പിക്കിംഗ് അപ്പ് ദ കോൾ. അജിത് ചേട്ടന് അതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടില്ല അല്ലേ? ന്യൂട്രൽ ആണോ ആൻസർ? ന്യൂട്രൽ ആണ്, നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, who looks, അതായത് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റിയിട്ടാണ്. ഈ ദിവസം ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്തത് ആരാണ്? അതായത് മനസ്സിൽ കൊണ്ട് നടന്ന ഈ ഒരു ദിനം, ഈ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ വിവാഹം. 2 കൈ എന്ന് പറഞ്ഞ ഗ്രൂം എന്നാണ് അർത്ഥം. 2 കൈ, അവർക്കത് മനസ്സിലായില്ല. 2 കൈ എന്ന് വെച്ചാൽ ഗ്രൂം എന്നർത്ഥം, 1 കൈ എന്ന് വെച്ചാൽ ബ്രൈഡ് എന്നർത്ഥം. അതായത് ഈ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാം മാറ്റി വെച്ച് വെഡിങ് ഡേ, DD റിട്രീറ്റ്, ആങ്കർ, ഫുഡ് എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് നടന്ന ഇവന്റ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആരാളാണ്? ഗ്രൂം. യെസ്, യൂഷ്വലി വെഡിങ്ങിനൊക്കെ പോകുമ്പോ അത് ബ്രൈഡ് ആവാനാണ് ചാൻസ്. ഗ്രൂം നേരിട്ട് രാവിലെ എഴുന്നേറ്റ് പല്ലേച്ച് ഡ്രസ് മാറി വരാറാണ് പതിവ്. പക്ഷെ ഇവിടെ ഐ ഫൗണ്ട് ഡിഫറൻസ് ഇൻ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ അധികം സംസാരിച്ച് തുടങ്ങിയിട്ടുള്ളൂ, എന്നാലും who do you think will be better in keeping secrets? ഒരു സീക്രറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മൂന്നാമതൊരാളിലേക്ക് പോകില്ല എന്ന് ഉറപ്പ് ആർക്ക് തരാൻ പറ്റും? അല്ല, ആർക്കായിരിക്കും അത്? അവിടെ തെറ്റിപ്പോയി കേട്ടോ. ബ്രൈഡ് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ ആരോടും പറയില്ല. ഗ്രൂം പറഞ്ഞു എന്നോട് പറഞ്ഞോളൂ ഞാൻ ആരോടും പറയില്ല. പക്ഷെ ആ ഗ്രൂം പറഞ്ഞതും ഇവിടെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു സിമിലാരിറ്റി വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൂ ഈസ് എ ബെറ്റർ ഡ്രൈവർ? ഞാൻ. അതിൽ എന്നെ വെല്ലാൻ ആരുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. So after your reception, it's your honeymoon time. You're choosing a honeymoon destination. അവിടുന്ന് നിങ്ങളുടെ വിസിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങും. അപ്പൊ ഇറങ്ങുന്ന നേരത്ത് ആ റൂമിൽ യു വിൽ ഹാവ് കുറെ എസെൻഷ്യൽസ്. ഷവർ ക്യാപ്പ് ഉണ്ടാവും, പിന്നെ എന്താണ് ബ്രഷ് ഉണ്ടാവും, ടൂത്ത് പേസ്റ്റ് ഉണ്ടാവും, ചെറിയ ആയുർവേദ സോപ്പ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം അടിച്ചു മാറ്റാൻ
സാധ്യതയുള്ളത് ആരാണ്? ആരായിരിക്കും? ഏതായാലും 10,000 കൊടുത്തതല്ലേ, ഫ്രീ ആയിട്ട് കിട്ടണല്ലേ മോളു, അല്ലെങ്കിൽ ചേട്ടാ നമുക്കത് എടുക്കാം എന്ന് ആരായിരിക്കും ചിന്തിക്കുന്നത്? കാരണം ഈ നോട്ട് ഫോർ സെയിൽ പീസുകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള പീസുകളാണോ വെക്കുള്ളൂ, കാരണം എന്നാലാണല്ലോ നെക്സ്റ്റ് ക്ലയന്റ് വരുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം അവിടെ നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞത്. സോ ഹൂ വിൽ ബി ദാറ്റ് പേഴ്സൺ ടു പിക്ക് അപ്പ് ഓൾ ദി എസെൻഷ്യൽസ് ആസ് യു ലീവ് ദ റൂം? ബ്രൈഡെന്ന് ഉത്തരം കേട്ടാ, ബ്രൈഡെന്ന്. ഓക്കെ, ചേച്ചിക്കൊന്നും പറയാനില്ല? ബ്രൈഡ് എടുക്കാൻ ചേച്ചി എടുക്കില്ല? ഇല്ല. ഓക്കെ, സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അതായത് ഹൂ ഗോസ് റോങ് ഇൻ ഫുഡ് സെലക്ഷൻ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ സെലക്ഷൻ? നിങ്ങൾ കഴിക്കാനായിട്ട് നല്ലൊരു കഫേ, അതിന്റെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് പോകും, പക്ഷെ അകത്ത് ചെല്ലുമ്പോൾ മിക്കപ്പോഴും തെറ്റിപ്പോകും. അതായത് ആ ചൂസിങ്, ആ ചോയ്സ് തെറ്റിപ്പോകും. അത് ആർക്കായിരിക്കും? ഓൾവേസ് ബ്രൈഡ്. എന്തായാലും ബ്രൈഡ് എന്താണ്, പുറം മോടി മാത്രം നോക്കിയിട്ട് പോകും, അകത്തൊന്നും ഉണ്ടാവില്ല. അതാണ് ചേട്ടൻ ഉദ്ദേശം. അപ്പൊ പതിയെ പതിയെ ഇവര് തമ്മിൽ ഒരു സിങ്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. Okay, my next question is, who will be the first person to lose the keys? കാറിന്റെ കീ ആവാം, വീടിന്റെ കീ ആവാം, അല്ലെങ്കിൽ കബേർഡിന്റെ കീ ആവാം. അതായത് പല കാര്യങ്ങൾ ചിന്തിച്ച് മൾട്ടി ടാസ്ക് ചെയ്ത് ഇത് മറന്നു പോകുന്നത് ആരായിരിക്കും? എനി ടൈം ഗ്രൂം. ഗ്രൂമിനെ പറ്റി എന്താ കോൺഫിഡൻസ്, എന്താ പറഞ്ഞാലും ഗ്രൂം ഇരു കൈകൾ ഉയർത്തി പറയുന്നു ഞാൻ തന്നെ ആയിരിക്കും അതിന്റെ ആളെന്ന്. ഓക്കെ, എത്ര പോലെ? 3 താക്കോൽ. അപ്പൊ ചേച്ചി ഇത് കളയാൻ സമ്മതിക്കരുത് കേട്ടോ. ഏത് നേരം ചേച്ചിയുടെ 2 കണ്ണുകളും ചേട്ടന്റെ മേളിൽ വേണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഹു പിക്സ് ദ റൈറ്റ് കളർ? അതായത് റൈറ്റ് കളർ എന്തിലും ആവാം കേട്ടോ. ഷൂസിലാകാം, ഡ്രസ്സിലാവാം, ഇന്നത്തെ അറ്റയർ കൂടി ആവാം. ഷൂസ് ആവാം, ഡ്രസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തും ആവാം. ഒരു ബാഗ് ആണെങ്കിലും ആ റൈറ്റ് നിങ്ങളുടെ ഒരു കോംപ്ലക്ഷനും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ഒക്കെ പറ്റുന്ന ഒരു അറ്റയറോ അല്ലെങ്കിൽ കളർ സെലക്ട് ചെയ്യുന്ന പേഴ്സൺ ആരായിരിക്കും? ചോദിക്കാണ്ട് അങ്ങോട്ട് വേറെ വേഗം പറയണോ? ബ്രൈഡ്. ആ യെസ്, അത് കറക്റ്റ് ആണല്ലേ. എനിക്ക് തോന്നുന്നു ആളുടെ ഡ്രസ്സിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ആരാണ് ഒരു ചൂസി ഈറ്റർ? എല്ലാം കഴിക്കത്തില്ല. ഇറ്റ് കൻ മീൻ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട്, അയ്യോ അത് വേണ്ട, അതിന് അത്ര കാലറി ഉണ്ട്, ഇത് വേണ്ട, അതിന് ഇത്ര, ഇപ്പൊ തന്നെ ഗീ റൈസ് ആയി, അയ്യോ ഗീ റൈസ് ഒന്നും വേണം, എന്നാ നെയ്യ് ഇട്ടേക്കണേ എന്നൊക്കെ ഒരു 2 തവണ ആലോചിച്ച് വളരെ ചൂസി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ആരാണെന്നാണ് എന്റെ ചോദ്യം. ബ്രൈഡ്. ഹെൽത്ത് കോൺഷ്യസ് ആണോ ബ്രൈഡ്? അപ്പൊ ഇച്ചിരി. അപ്പൊ നിങ്ങൾ കൈമുക്കുന്നില്ല, എന്നോട് ഉത്തരം പറയുന്നത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളുടെ കോൺവെർസേഷൻ അല്ല, ഓഡിയൻസിന് മനസ്സിലാവണം. ബ്രൈഡ് തന്നെ. ഓക്കെ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതില് ആരാണ് എ മൗണ്ടൻ പേഴ്സൺ? അതായത് ഇഫ് ഐ ഗിവ് യു 2 ഓപ്ഷൻസ്, മൗണ്ടൻ, ബീച്ച്, ഇതിൽ ആരായിരിക്കും മൗണ്ടൻ സെലക്ട് ചെയ്യുക? ഓൾവേസ് ഗ്രൂം. എന്നാ കോൺഫിഡൻസ്. അതുകൊണ്ടായിരിക്കും ഔട്ട്ഡോർ തന്നെ എടുത്തത് അല്ലേ? ഈ എന്താ പറയുക, സ്റ്റേഡിയത്തിന്റെ മലനിരകളാൽ ആ ഒരു വൈബാണ്. പക്ഷെ മലയില്ല, ചെറിയ ചെറിയ കുന്നുകൾ എവിടെയോ കാണുന്നു. അപ്പൊ ചേച്ചിക്കോ മൗണ്ടൻ ആണോ ബീച്ചാണോ ഇഷ്ടം? ബീച്ചാണ്. അപ്പൊ അതൊരു പ്രശ്നം. മൗണ്ടൻ എന്ന് ഒരാൾ പറയുമ്പോൾ ബീച്ച് എന്ന് പറയും, ബീച്ച് എന്ന് പറയുമ്പോൾ ഒരാൾ മൗണ്ടൻ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹു ഇസ് എ വൈറ്റ് പേഴ്സൺ? ഇതിന്റെ അർത്ഥം that person likes everything very light, simplicity, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പേസ്റ്റൽ ആയിട്ടുള്ള കളേഴ്സ് അല്ല, കാര്യങ്ങൾ എല്ലാം ചൂസ് ചെയ്യുന്നത്. അധികം ബ്രൈറ്റ് ആയിട്ടൊന്നും എടുക്കത്തില്ല. ദാറ്റ് പേഴ്സൺ ഇസ് വെരി പീസ്ഫുൾ. എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതൊക്കെ ശരിയാക്കാതെ ഇതിനാ ഇത്ര ടെൻഷൻ. ഇപ്പൊ മഴ വന്നപ്പോ ഇപ്പൊ തന്നെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തിയത് മനസ്സിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ എന്തായാലും അനലൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. മഴ വന്നപ്പോ ആരായിരുന്നു പെട്ടെന്ന് പറഞ്ഞത് അത് സാരമില്ല, മഴ മാറും, അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടിയാണ്? ഹർഷത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആരായിരുന്നു ആ ഒരു പീസ് ഓഫ് മൈൻഡ് കൊടുത്തത്? മഴ മാറട്ടെ, അത് കഴിഞ്ഞ് പരിപാടി നടത്താം, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു, അതായത് മൾട്ടി ടാസ്ക് ചെയ്യുന്നത് ആരാണ്? കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ വേണം. ആ സമയം നമ്മൾ കമ്പനിയുടെ കാര്യം ആലോചിച്ചാൽ പോയി. അപ്പൊ കുക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും കോൺസെൻട്രേഷനോടെ ചെയ്യുന്നത് ആരാണ്? വേറെ ഒന്നും ആലോചിക്കാതെ. ആരാ? ഞാൻ കുക്ക് ചെയ്യുന്നു പോണോ? ആ, ഓക്കെ. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്,
മൂവി ഓർ ബുക്ക്? ഇതിൽ മൂവി പേഴ്സൺ ആരാണ്? സിനിമയുടെ ഫസ്റ്റ് റിലീസ് വരുമ്പോ ഫസ്റ്റ് ഷോ എനിക്ക് പോയി കാണണം. എന്തൊക്കെ സംഭവിച്ചാലും ആദ്യത്തെ സിനിമ വിനിത തിയേറ്ററിൽ പോയി ഞാൻ വിത്ത് സ്റ്റാർസ് എനിക്ക് കാണണം. ചേച്ചിക്ക് വലിയ ധാരണയില്ല, എന്തായാലും ചേച്ചി ഒരുപാട് സിനിമകൾ കാണാൻ കിടക്കുന്നു കേട്ടോ. ചേട്ടൻ സെഡ് ഫസ്റ്റ് ഞാൻ പോകും. ഓക്കെ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഓക്കെ, ഇതിൽ ആർക്കാണ് ഹൈറ്റ്സ് പേടി? അതായത് എന്ത് ഹൈറ്റോ, മൗണ്ടൻ ഒന്നും അല്ല കേട്ടോ, എന്തെങ്കിലും ഇത് തന്നെ ആവാം. ഒരു ഹൈറ്റ് പേടി മനസ്സിലുള്ളത് ആർക്കാണ്? ഗ്രൂമിനാണ്. ചേട്ടൻ എല്ലാത്തിനും ഉത്തരവുണ്ടല്ലോ. ഓക്കെ, ഇനി 2-3 ചോദ്യങ്ങൾ കൂടിയാണ്. ഹൂ ഈസ് എ ലേറ്റ് പേഴ്സൺ ഇൻ ലൈഫ്? എല്ലാമേ ലേറ്റ് ആச்சு. ലേറ്റ് പേഴ്സൺ ആരാ? പറയൂ. അജിത്. ഓ സുഹൃത്തുക്കളെ, എന്നാലും ചങ്ങാതി നന്നായാൽ കണ്ണാടി എന്തിനാ ചോദിക്കുന്ന പോലെ ചങ്ങാതി കറക്റ്റ് ആയിട്ട് പറയുന്നത് നീ തന്നെയല്ലേ. ഹണിമൂൺ ലൊക്കേഷൻ തെരഞ്ഞെടുക്കാൻ സാധ്യത, തെരഞ്ഞെടുത്തോന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഇതിൽ ആരാണ് പെർഫെക്റ്റ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ സാധ്യത? ഗ്രൂം എല്ലാം അങ്ങ് സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്തെങ്കിലും ഒരു വഴക്ക് സംഭവിച്ചാൽ ആരായിരിക്കും ആദ്യം അപ്പോളജൈസ് ചെയ്യുന്നത്? അഞ്ജലി. യെസ്, നല്ലൊരു ഉത്തരം എനിക്ക് കിട്ടി. അഞ്ജലി തന്നെ ആയിരിക്കും അതിന് ഫസ്റ്റ് വന്നു സോറി കുഴപ്പമില്ല നമുക്ക് വിവേകരാം എന്ന് പറയുന്ന. ഓക്കെ, ഇനി മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹൂ ഇസ് കൈൻഡ് ഓഫ് എ വർക്കഹോളിക് പേഴ്സൺ? ഒരു വർക്ക് ഇസ് വർഷിപ്പ്. കാരണം ജീവിതമേ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു എളിയ ജീവിതം എന്തിനാണ്? വർക്കൗട്ട് അല്ല നമ്മുടെ ജോലി. ചില വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാണ് ഞാൻ പറയുന്നത്. വർക്കഹോളിക്, ആൽക്കഹോളിക് അല്ല, വർക്കഹോളിക്. അഞ്ജലി തന്നെയാണ്. യെസ്, അഞ്ജലിയുടെ കൊലീഗ്സ് ആണ് പറയുന്നത്. അപ്പൊ അഞ്ജലിയുടെ കൊലീഗ്സ് കൂടി ഒന്ന് പറഞ്ഞേക്കണേ വർക്കഹോളിക് ആണ്. യെസ്. ഓക്കെ, ഇനി ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ആരാണ് കൈൻഡ് ഓഫ് an organized person? അതായത് എല്ലാവരും കൃത്യതയിൽ നടക്കണം. ആ സീറ്റ് അവിടെ ഇട്ട സീറ്റ് അവിടെ തന്നെ, മാലിവിടെ വെച്ചാൽ മാലിവിടെ തന്നെ. ഉപ്പുപൊടി ഇരിക്കുന്ന സ്ഥലത്ത് മഞ്ഞപ്പൊടി ഇരിക്കാൻ പാടില്ല. കൈൻഡ് ഓഫ് എ വെരി ഓർഗനൈസ്ഡ് പേഴ്സൺ ആരാ? ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്ത സമയത്താണെങ്കിലും പല വെഡിങ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പലതും വൈൻ ടോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ചിലർ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർ കേക്ക് കട്ട് ചെയ്യും. പക്ഷെ ഇതെല്ലാം ഉൾപ്പെടെ ഒരു പ്ലാനോടെ ഒരു ചാർട്ട് ചെയ്ത ലൈഫിനെ കാണുന്നത് ആരാണ്? ഗ്രൂമാണോ ബ്രൈഡ് ആണോ? ഇത് നിങ്ങൾക്കുള്ള മത്സരമാണ്. ഇതിപ്പോ ഓഡിയൻസിലെ മത്സരമായ പൈസ ഞാൻ പറയുന്ന കള്ളക്കളി ഇല്ല, അതില്ല. 100 വരുമെന്ന് പരിപാടി ചെയ്തിട്ട്. ആരാ എന്റെ ചോദ്യത്തിന് ഉത്തരം വേണേ? നിങ്ങൾ ഉത്തരം പറയണ്ടേ? ഇത് കൊള്ളാം, അവർ ജസ്റ്റ് കേട്ടിരിക്കാനുള്ള ആൾക്കാരാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വുഡ് റാദർ ബി ഔട്ട്ഡോർസ്? വെരി ആപ്റ്റ് ക്വസ്റ്റ്യൻ. he's not an indoor person. എനിക്ക് ഒന്നും അകത്ത് വെച്ച് നടത്താനേ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അകത്തിരിക്കുന്നത് ആലോചിക്കാനേ പറ്റില്ല. ഓൾവേസ് സോഷ്യൽ, ഓൾവേസ് ഔട്ട്ഡോർ, ഓൾവേസ് ഔട്ടിങ്. ആ ഒരു കൈൻഡ് ഓഫ് എ പേഴ്സൺ. ഓൾവേസ് ബാങ്കോക്കോ? wish to be in Thailand. ഓക്കെ, ഞാൻ ചോദിച്ചത് ഔട്ടിങ് അല്ല, ഔട്ട്ഡോർ പേഴ്സൺ ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് കുറച്ച് ആൾക്കാരെ കാണാതെ ജീവിക്കാൻ പറ്റത്തില്ല. You need to meet some people, talk to some people, have good meaningful conversation. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ദിവസം പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കണം ആരുടെയിൽ, അല്ലെങ്കിൽ they feel very low in life. അങ്ങനെ who will be that person? Outdoors, needs to networking ഒരുപാട് ഇഷ്ടമുള്ളത് ആരായിരിക്കും? Same here group. So I think they have a kind of a good understanding between each other. പക്ഷെ പതിയെ അവർ തമ്മിലുള്ള ഒരു പരസ്പരം എന്താ പറയുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ സ്നേഹവും അവരുടെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും they were not actually able to answer my questions. Happy married life, and ഇനി വരുന്ന ഓരോ വർഷങ്ങളും നിങ്ങളുടെ ജീവിതം ഇന്നത്തെ ഈ മഴ പെയ്ത പോലെ അത്രയും കുളിർമയോടെ അത്രയും റിഫ്രഷ്ഡ് ആയി തണുപ്പോടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.